കൊച്ചിന്നൊരു കാക്ക വന്നു മൈലാണ്ടി കൂട് വെച്ചു മുറ്റത്തെ എച്ചിലല്ല കാക്കാത കൊത്തി തിന്നു മുറ്റമെല്ലാം വൃത്തിയാക്കി കാ 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 നല്ല ഒരു പാട്ട് പാടി കാ 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 ചുടാക്കളെ ചുടിച്ചെണ്ണുക കണ്ണിപ്പെണ്ണിൽ ചള്ള ചുണ്ടിൽ കള്ള ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി ഇന്ന് 10ാം ക്ലാസ്സിന് ഫുൾ A+ മേടിച്ചിട്ടുണ്ട്. നമസ്കാരം. എറണാകുളം കല്ലൂർ കത്രക്കടവിലുള്ള 72ാം നമ്പർ അങ്കണവാടി പ്രവേശനോത്സവം കൊച്ചി കോർപ്പറേഷൻ 45ാം ഡിവിഷൻ കൗൺസിലർ ദിവ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ അംഗനവാടിയിൽ വരുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഞാനൊരു അംഗനവാടി ടീച്ചർ കൂടിയാണ്. പുതിയതായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മുടെ ICDSൽ തന്നെ നമ്മുടെ ഈ അനിത ടീച്ചറിൻ്റെ അംഗനവാടി ഒരു മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു അംഗനവാടി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അംഗനവാടിയിൽ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചറും ആൻറ്റിയും കയ്യിൽ ആ കുട്ടികളെ സുരക്ഷിതരാണ്. കാരണം ഞങ്ങൾ അംഗനവാടി ടീച്ചേഴ്സും ഹെൽപ്പേഴ്സും ആ കുട്ടികളെ സ്വന്തം മക്കളെ പോലെയാണ്. അതായത് കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരു കുട്ടിയുടെ നമ്മൾ എല്ലാ മാസവും നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് നടത്താറുണ്ട് ടീച്ചർ. അപ്പോൾ ആ ഗ്രോത്ത് മോണിറ്ററിങ് നടത്തി തൂക്കക്കുറവ്, പൊക്കക്കുറവ്, അമിതവണ്ണം എങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾ തരംതിരിച്ച് ആ കുട്ടികൾക്ക് ആരാണ് തൂക്കക്കുറവുള്ള കുട്ടികളെ പ്രത്യേകം ടീച്ചർ കണ്ടെത്തി അതിനുവേണ്ട അധിക പോഷകാഹാരം നൽകി നമ്മളെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ടീച്ചറിന് നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്. AC ഉള്ള അംഗനവാടി ടീച്ചറിന് മാത്രമായിരിക്കാം നമ്മുടെ ഈ 45ാം ഡിവിഷനിലുള്ളത്. പുതിയതായി അംഗനവാടിയിലേക്ക് പ്രവേശനം നേടുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും. ഇവിടുന്ന് പുതിയ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് കുട്ടികൾ നല്ല കുട്ടികളായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ 72ാം നമ്പർ അംഗനവാടിയിലെ അംഗനവാടി വർക്കറാണ്. ഇന്നിവിടെ ഈ പ്രവേശനോത്സവം ഇവിടെ നടത്തപ്പെടുമ്പോൾ നമ്മളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡിവിഷൻ കൗൺസിലറായ ദിവ്യ രാജേഷാണ്. കൂടാതെ ഇന്നത്തെ ഈ ഒരു പ്രവേശനോത്സവത്തിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത കാര്യങ്ങൾ പുതിയ കുട്ടികളെ ക്രൗൺ വെച്ചും പൂവ് കൊടുത്തും സ്വീകരിച്ചാണ് നമ്മളെ കുട്ടികളെ ഇതിനകത്തേക്ക് കയറ്റിയത്. നമുക്ക് ഈ വർഷം 15 കുട്ടികളോളം നമുക്ക് അഡ്മിഷൻ ഉണ്ട്. ഈ ഒരു പരിപാടിയിൽ പഴയ കുട്ടികളെ അവരുടെ ഇഷ്ടമനുസരിച്ച് ഒരു ഗ്രാജുവേഷൻ ഉടുപ്പിട്ടിട്ട് അവർക്ക് കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതുപോലെ നമ്മളത് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് നമ്മളുടെ ICDSൻ്റെ സൂപ്പർവൈസർ നിഷ പോൾ സാറാണ്. എന്തായാലും ഇവിടെ പഠിച്ച 15 കുട്ടികൾ LKGയിലേക്ക് ചേർക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. കഴിയുന്നതും എല്ലാ അക്ഷരങ്ങളും പഠിപ്പിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് വിട്ടേക്കുന്നത്. നല്ല ക്രിയേറ്റീവ് വർക്കുകൾ കൊടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അങ്കണവാടി എന്ന് പറയുമ്പോൾ കുട്ടികളെ മാത്രം നോക്കുന്ന ഒരിടമെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. നമ്മൾ ഇവിടെ പ്രീ സ്കൂളാണ് കൊടുക്കുന്നത്. പുറമേയുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം തുടങ്ങി 3 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ അമൃതം എന്ന് പറയുന്ന ഒരു പൊടി കൊടുക്കുന്നുണ്ട്. കൂടാതെ കൗമാരപ്രായമുള്ള കുട്ടികൾക്ക് ഇതുവരെ ടേക്ക് ഓഫ് റേഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ ടേക്ക് ഓഫ് റേഷൻ അല്ലാതെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന ഫുഡ് അഡോളസെൻ്റ് ഗേൾസിന് കൊടുക്കാനുള്ള പദ്ധതി കൂടി നമുക്ക് വന്നിട്ടുണ്ട്.
കൂടാതെ നമ്മൾ എല്ലാ മാസവും നമ്മൾ പാരൻസിന് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. കാരണം ഹെൽത്തിനെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാ ധാരണകളും വെച്ചിട്ടാണെങ്കിലും ഒരു മാസത്തിൽ 2 മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. കൂടാതെ ഈ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മക്കും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ടേക്ക് ഹോം റേഷനാണ്. അവർക്ക് ഫസ്റ്റ് ഒരു പ്രഗ്നൻസി ആകുന്ന ഒരാൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്താൽ 5 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്താൽ ഫസ്റ്റ് ഡെലിവറിക്ക് ഒരു 5000 രൂപ നമുക്ക് സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. അതായത് PMAVY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ്. അതുകൂടാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡോളസെൻറ്റ് ബോയ്സിനും ഗേൾസിനും നമുക്ക് മന്ത്ലി നമ്മളൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാ അവയർനെസ് ക്ലാസ്സുകളും ഉണ്ട്. കൂടാതെ ക്ലാസ്സിൽ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അത് തീം അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെയും ആരോഗ്യവും പഠനവും എന്നുള്ളതിലാണ്. കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞ് കുട്ടി പഠിക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റി ആണെങ്കിലും എന്ത് കാര്യങ്ങളും കുട്ടീനെ സ്വയം ചെയ്ത് പഠിപ്പിക്കുകയാണ് അംഗൻവാടിയിലൂടെ നടത്തുന്നത്. കൂടാതെ അവരെ ഫ്രീ സ്കൂളാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുന്നത്. അംഗൻവാടി പ്രവേശനോത്സവം ഒരു ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ് ഇവിടെ. ഇങ്ങനൊരു ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ടീച്ചർമാർ, സുമ ടീച്ചറും അനിത ടീച്ചറും, ഇവിടെ ALMC അംഗങ്ങൾ, ഇവിടുത്തെ പ്രീ സ്കൂൾ പാരൻസിന്, ഇവിടെ കൂടിയ എല്ലാ AG ക്ലബ്ബ് കുട്ടികൾ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ടീച്ചറായാലും സുമാൻറ്റി ആയാലും ഒക്കെ നമുക്ക് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ട് വരുത്താതെ കുഞ്ഞുങ്ങളുടെ കാര്യം നല്ലോണം നോക്കുന്നു, അക്ഷരം പഠിപ്പിക്കുന്നു. ഭയങ്കര ആശ്വാസമായിരുന്നു, ഭയങ്കര സന്തോഷമാണ്. അത്രയും കെയർഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ട്. ഇതുവരെയും ഒരു പ്രശ്നവും നമുക്ക് എന്നെ സംബന്ധിച്ച് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ടീച്ചറോടായാലും സുമാൻറ്റിയോടായാലും നമ്മളോട് അത്രയും അറ്റാച്ച്ഡായിട്ട് നിന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊരു അംഗൻവാടിയിലും ഒരു ടീച്ചറും ഇങ്ങനെ ഉണ്ടാവുമെന്ന്. സർക്കാരിൻ്റെ കീഴിലുള്ളൊരു അംഗൻവാടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പോലെ അത് അത്രത്തോളം ഫെസിലിറ്റിയോട് കൂടി അത്രത്തോളം കെയറും അറ്റൻഷനും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അംഗൻവാടി. അപ്പോൾ പുതിയ അമ്മമാർക്കും ഒട്ടും ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എൻ്റെ മോളെ ഇവിടെ ആക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമായിരുന്നു എനിക്ക്. കാരണം ഇവളിവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ടീച്ചർ അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി. എല്ലാം പഠിച്ചതൊക്കെ തന്നെ ടീച്ചറിൻ്റെ ഇതിൽ കൂടി തന്നെയാണ്. പക്ഷെ LKG വിട്ടപ്പോഴും എല്ലാം നല്ലോണം പഠിച്ച കുട്ടീനെ പോലെ തന്നെ അവൾ അവിടെ പോയിട്ട് ഇതായത്. അപ്പോൾ എനിക്ക് ടീച്ചറിനോട് വേറൊരു ആൻറ്റി ഉണ്ടായിരുന്നു നോക്കാനും കൂടി. ആ ആൻറ്റീനോട് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. ആ ഓർമ്മക്കാണ് ഞാൻ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോണ ദിവസവും ടീച്ചറിനെ വിളിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു. പാസ്സായി കഴിഞ്ഞപ്പോഴും ടീച്ചറിനെ വിളിച്ചു. അങ്ങനെയാണ് ടീച്ചർ ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ വന്നു. ടീച്ചറിനല്ല கேரளா வந்து ஆக்சுவலாக கிஃப்டட் இந்த மாதிரி ஒரு அங்கன்வாடி, அப்புறம் இந்த மாதிரி ஒரு டீச்சர்ஸ், அப்புறம் கேர்டேக்கர்ஸ் இருக்கிறதுக்கு. ஸோ வி ஆர் வெரி ப்ரவுட் ஆஃப் சென்டிங் மை சில்ட்ரன் டு அங்கன்வாடி. ஸோ இதே மாதிரி எல்லா ஸ்டேட்ஸ்லையும் இருந்தால் கண்டிப்பாக நம்ம கண்ட்ரி இன்னும் ரொம்ப நல்லா இருக்கும். எல்லாருக்கும் ரொம்ப ப்ரெஷர் கம்மியாகும் ஃபர்ஸ்ட் ஆஃப் ஆல். ஸோ தேங்க்யூ. ப்ளீஸ் கீப் டூயிங் த குட் ஒர்க் டீச்சர் சுமா ஆண்டி. എല്ലാവർക്കും ரொம்ப ഹാപ്പി, ரொம்ப നന്ദി. ആക്ച്വലി ரொம்ப താങ്ക്സ്. നല്ല രീതിയിൽ ഇത് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ ഈ ടീച്ചറുടെ കഠിനാധ്വാനം, സുമാൻറ്റിയുടെ കഠിനാധ്വാനം എല്ലാ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹകരമായി ഇരുന്നു. അതിനായി അവരെ ഞാൻ പ്രത്യേകമായി അവർക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. തുടർന്നും ഇങ്ങനെ ധാരാളം കുട്ടികളെ, അതായത് വിജ്ഞാനത്തിൻ്റെ തിളക്കത്തിലേക്ക് കൊണ്ടുവരാൻ ടീച്ചർക്കും സുമാൻറ്റീനെ പോലുള്ള മറ്റുള്ളവർക്കും ഇതിന് എല്ലാം സപ്പോർട്ടായി പ്രവർത്തിച്ചവരെ പ്രത്യേകമായി ഞാൻ ആദരിച്ചുകൊണ്ടും അവർക്കും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും എൻ്റെ ഈ ചെറിയ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.